ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് ഇന്ത്യയുടെ മുൻ സംയുക്ത സൈനിക മേധാവി ജനറൽ വിപിൻ റാവത്ത് വിശേഷിപ്പിച്ച് ഇന്ത്യൻ ആർമി ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. രാജ്യത്തിനായി സ്വന്തം മുഖം നൽകി പോരാടിയ പോരാൾ. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് എസ് രാജലക്ഷ്മിയുടെയും ബി വേണുപ്രസാദിന്റെയും മകനായി ജന. 2017 മാർച്ച് 4 ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖലയിലെ ഒരു വീട്ടിൽ തീവ്രവാദികൾ കയറിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് 42 രാഷ്ട്രീയ റൈഫിൾസിന്റെ ബറ്റാലിയൻ അങ്ങോട്ടേക്ക് തിരിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് അന്ന് മേജർ പദവി അലങ്കരിച്ച ഋഷി രാജലക്ഷ്മിയാണ്. എന്നെ മറികടന്ന് മാത്രമേ വെടിയുണ്ട നിങ്ങളിലെത്തൂ എന്ന് എല്ലായ്പ്പോഴും തന്റെ സഹപ്രവർത്തകരോട് പറയുന്ന മേജർ ഋഷി രാജലക്ഷ്മി 10 കിലോയോളം വരുന്ന സ്ഫോടകവസ്തുവുമായി ഭീകരർ ഒളിഞ്ഞിരിക്കുന്ന വീടിനകത്തേക്ക് കയറി. മേജർ ഋഷിക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. ആദ്യത്തെ വെടിയുണ്ട അദ്ദേഹത്തിന്റെ ഹെൽമറ്റ് തകർത്ത് കടന്നുപോയി. അടുത്തത് അദ്ദേഹത്തിന്റെ മൂക്ക് തകർത്ത് കടന്നുപോയി. നിമിഷങ്ങളുടെ പോലും ഇടവേളയില്ലാതെ മൂന്നാമത് എത്തിയ വെടിയുണ്ട ആ ധീരജവാന്റെ താടിയെല്ലും കവിൾത്തടവും തകർത്തു. രക്തം ഒഴുകിയിറങ്ങി. തന്റെ സഹപ്രവർത്തകരുടെ ജീവൻ കൂടി അപകടത്തിലാകും എന്ന് കണ്ട മേജർ ഋഷി തന്റെ തകർന്ന മുഖവുമായി തോക്കെടുത്ത് തീവ്രവാദികൾക്ക് നേരെ വെടിയുതിർത്തു. കണ്ടാൽ ആരും പേടിക്കുന്ന രീതിയിൽ മുഖം തകർന്ന മേജർ ഋഷിയെ 30 കിലോമീറ്റർ താണ്ടി ശ്രീനഗറിലുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡൽഹിയിലുള്ള സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. 21 ശസ്ത്രക്രിയകൾ, ശാരീരികമായി അനുഭവിച്ച വേദനകൾ, ഇതൊന്നിനും ഈ രാജ്യസ്നേഹിയുടെ ധൈര്യത്തെ കെടുത്തിയില്ല. വെടിയുണ്ട തകർത്ത തന്റെ മുഖത്ത് മാസ്ക് കൊണ്ടൊരു മറ തീർത്ത് വീണ്ടും സൈന്യത്തിൽ തിരിച്ചെത്തി. ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. മേജർ പദവിയിൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ ആയി അദ്ദേഹം ഉയർന്നു. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ മുന്നണിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയെപ്പോലുള്ള ലക്ഷക്കണക്കിന് ധീരജവാന്മാർ അതിർത്തിയിൽ സദാസമയവും ഉണർന്നു കാവലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നത്. ഈ ആർമി ഡേയിൽ എല്ലാ സൈനികർക്കും ഹരിപ്പാട് ജി ടെക്കിന്റെ സല്യൂട്ട്.